കേരളത്തിലെ 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത ധനവകുപ്പ് മന്ത്രി അല്പസമയം മുൻപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. അടുത്തയാഴ്ച തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള 1600 രൂപയാണ് ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. 812 കോടിക്ക് മുകളിൽ തുക ഇതിനുവേണ്ടി ഇപ്പോൾ വകയിരുത്തിയതായിട്ടാണ് ധനവകുപ്പ് മന്ത്രി അല്പസമയം മുൻപ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സഹായം തന്നെയാണിത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഇതിൽ തന്നെ 55 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ്. ബാക്കി ശേഷിക്കുന്നവരെല്ലാം ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരുമാണ്. എല്ലാവർക്കും തന്നെ ധനസഹായം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. ഇതിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 26 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് സഹായം എത്തിച്ചേരുക. ഇനി ഇതുകൂടാതെ കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവരുണ്ട്. അവർക്ക് കൈകളിലും സുരക്ഷിതമായിട്ട് തന്നെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. ഇനി നമ്മൾ മുൻപൊക്കെ പറഞ്ഞിരുന്ന കുടിശ്ശിക പെൻഷൻ 4800 രൂപയോളമാണ് കുടിശ്ശികയുള്ളത്. അത് ഏപ്രിൽ മാസം മുതലാണ് വിതരണം ആരംഭിക്കുന്നത്. ഏപ്രിൽ മുതൽ സർക്കാർ സമയം, അതായത് സർക്കാരിന് കൃത്യമായിട്ട് ഫണ്ട് ഉള്ള ഒരു സമയം നോക്കിയായിരിക്കും ഇതിൻ്റെ വിതരണം നിർവഹിക്കുക. ഇപ്പോൾ ഈ മാസം നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഒരു ഗഡു മാത്രമാണ് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സ്ത്രീ ഗുണഭോക്താക്കളാണ് ഇപ്പോൾ രേഖകൾ സമർപ്പിക്കേണ്ടത്. വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടിയിരുന്നത്. ഫെബ്രുവരി മാസം 28-ന് മുൻപ് ഇത് പഞ്ചായത്തിൽ ഏൽപ്പിക്കണമെന്നും പഞ്ചായത്ത് തലത്തിലെ ഉദ്യോഗസ്ഥർ ഇത് കൃത്യമായിട്ട് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ആരെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് മാർച്ച് മാസം മുതൽ ആനുകൂല്യം തടസ്സപ്പെടുന്നതാണ്. പിന്നീട് എന്നാണോ ഈ രേഖ സമർപ്പിക്കുന്നത് അതിനുശേഷമുള്ള പെൻഷൻ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മുടങ്ങുന്ന പെൻഷൻ അക്കൗണ്ടിലേക്ക് പിന്നീട് വിതരണം ചെയ്യുന്നതുമല്ല. ഇനി ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ, കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ, ഇവർക്കെല്ലാം തന്നെ ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട്. 8 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കുള്ള കേന്ദ്ര വിഹിതം സെപ്പറേറ്റ് ആണ് ഈ പ്രാവശ്യവും വിതരണം ചെയ്യുക. ഇനി തുടർന്ന് അങ്ങോട്ടും അതേ രീതി തന്നെയായിരിക്കും. തുടർച്ചയായിട്ട് ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കേണ്ടതും അതിനുവേണ്ട ക്രമീകരണങ്ങൾ അത് കൃത്യമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ മൂലമാകാം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതിസന്ധികളാണ് ഇങ്ങനെ തുക വൈകുന്നതിന് കാരണമായിട്ടുള്ളത്. അങ്ങനെയുള്ളവർ അത് പരിഹരിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ DBT സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതർ വിശദമാക്കിയിട്ടുണ്ട്. തടസ്സപ്പെട്ടവർക്ക് ആനുകൂല്യം പുനഃസ്ഥാപിച്ച് നൽകുന്നതിനുള്ള ക്രമീകരണവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് ഉണ്ടോ എന്നും അതോടൊപ്പം തന്നെ മറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു. അത്തരത്തിൽ യാതൊരു രേഖകളും ഈ സമയത്ത് നമ്മൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മാസങ്ങളിൽ ആനുകൂല്യം ലഭിച്ചവർക്ക് ഇതേ രീതിയിൽ തന്നെ തുടർന്നും ആനുകൂല്യം എത്തിച്ചേരുന്നതാണ്. ഈ മാസത്തെ ആനുകൂല്യം 24-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നത്. ആ അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യുക.